പാകിസ്ഥാന് ഇന്ത്യയുടെ ആക്രമണത്തിൽ നേരിട്ട വൻ നാശം ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ചർച്ചാ വിഷയമാണ്. ഇന്ത്യയിലല്ല ചർച്ചാ വിഷയം. പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഇത് ധാരാളം പ്രാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, പാകിസ്ഥാനിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നു, ഇന്നലെ വന്നതാണ്. അതായത് അയാളുടെ ഇഷാഖ് ദാർ എന്ന് പറയുന്ന ഇസഹാഖ് ദാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി, അയാളുടെ ഒരു പ്രസ്താവന വന്നത് പാകിസ്ഥാനിലെ 2 വ്യോമത്താവളങ്ങൾ ഇന്ത്യ പുലർച്ചെ 2:30 ഇപ്പോഴല്ല, ഇപ്പം നമ്മൾ ഉണ്ടായ സമാനമായ ആ സാഹചര്യത്തിൽ ചെയ്ത കാര്യമാണ്. അത് ആക്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തകർത്തു. വ്യോമത്താവളം തകർത്തതെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയിലെ നൂർഖാൻ എന്ന് പറയുന്ന വ്യോമത്താവളം, അതേപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഷോർകോട്ട് വ്യോമത്താവളം, ഇത് രണ്ടും അങ്ങ് തകർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ നാശം ഉണ്ടായേക്കുന്നത്. അതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതായി. ഇനി ബാക്കി മുഴുവൻ പോകും എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ വിളിക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ വിളിച്ചു, വിവരം പറഞ്ഞു, വലിയ പ്രശ്നമാണ്, ഏതെങ്കിലും വിധത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിത്തരണം എന്നുള്ള കാലുപിടുത്തമാണ് നടത്തിയെന്നറിയുന്നു. അപ്പോൾ ഈ ആക്രമണം നടന്നൊരു 45 മിനിറ്റിനകത്ത് തന്നെ സൗദിയിലെ ഫൈസൽ രാജകുമാരൻ, കിരീടാവകാശി ഫൈസൽ രാജകുമാരൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞു, മാർക്കോ റൂബിയായിട്ട് നടത്തിയ സംഭാഷണത്തെക്കുറിച്ചുള്ള വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് ഞാനിത് ഇടപെടണമെന്നുണ്ടോ, ഞാൻ സംസാരിക്കണോ, നിങ്ങൾ അതായത് ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് അപ്പോഴേ കരഞ്ഞു വിളിച്ച് പറഞ്ഞു തയ്യാറാണെന്ന്. കാരണം പിന്നെ ഇത് താങ്ങാൻ പറ്റത്തില്ല, യവന്മാർക്ക് വിളിച്ചിരുന്നുകൊണ്ടുള്ള അറ്റാക്കേ പറ്റുള്ളൂ. അതേപോലെ ഈ ഭീകരന്മാരെ അവിടെ ചെയ്ത് അവരെ സംരക്ഷിച്ച് നിർത്തി റെഡിയാക്കി ഇങ്ങോട്ട് പറഞ്ഞയച്ച് പാവങ്ങളെ കൊല്ലാനും അതിനും ഇതിനുമൊക്കെ പറഞ്ഞയക്കാനുള്ളതല്ലാതെ യവന്മാർക്ക് ഈ പരസ്യമായ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഈ കഴിവില്ലാത്തവന്മാർ ഇങ്ങനെ ആക്രമണത്തിന് ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇതാണ് അനുഭവം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായത് എന്തോ ഉണ്ടായേക്കുന്നത്, പാകിസ്ഥാനിലുണ്ടായ നാശങ്ങളെന്ന് പറയുന്നത് അവർക്ക് വെള്ളമില്ലാതായിട്ടുണ്ട് കേട്ടോ, അതുപോലെ ആവും. ഇനി ഇത് കൂടാതെ അവരുടെ വ്യോമത്താവളങ്ങൾ ഇതും നടത്തു, അതുപോലെ ഭീകരതാവളങ്ങൾ മുഴുവൻ ആടിച്ച് നിരപ്പാക്കി. ഒരുപാട് വൻ നാശമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. വലിയ സാമ്പത്തിക നാശം പാകിസ്ഥാൻ ഉണ്ടായി. അത് പരസ്യമായി ഇപ്പോൾ സമ്മതിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം അമേരിക്കയുടെ കാല് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫൈസൽ രാജകുമാരൻ്റെ കാല് പിടിക്കുന്നു. സൗദി എടുത്ത് ഇവരുടെയൊക്കെ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. അവസാനം ഇങ്ങനെ ഫൈസൽ രാജകുമാരൻ സംസാരിച്ചതിൻ്റെ ആയിരിക്കാം, അതിൻ്റെ പ്രതിഫലനമായിരിക്കാം. ഇപ്പോൾ ജയശങ്കറുമായിട്ട് സംസാരിച്ചു. അവസാനം വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അത് ഇവിടെ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ വെടിനിർത്തലുണ്ടായതാണ്. എന്നിട്ട് ഈ കരാറ് വെടിനിർത്തൽ ഉണ്ടായതിന് ശേഷവും യവന്മാരവിടുന്ന് ഡ്രോണും അതും ഇതൊക്കെ കത്തിച്ചു വിട്ടു. ആ വൃത്തികേട് നോക്കിക്കൊള്ളണം. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗമാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ചെയ്തു. ഇപ്പോൾ ഏതായാലും ഇത് തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് നൂർഖാൻ റാവൽപിണ്ടിയിലെ വ്യോമത്താവളം അത് എക്സ്റ്റെൻസീവ് ഡാമേജ് ആണ് ഉണ്ടായത്. ഭയങ്കര വലിയ നാശം. ആ വ്യോമത്താവളം മുഴുവനായിട്ട് തകർക്കപ്പെട്ടു, അത് പോയി. അതേപോലെ തന്നെയാണ് ഷോർകോട്ട് പഞ്ചാബ് പ്രവിശ്യയിലതും ഇത് പോയി. അപ്പോൾ എത്ര കോടികളുടെ നഷ്ടമാണ് പാകിസ്ഥാൻ ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ അഹങ്കാരം കൊണ്ടല്ലേ ഉണ്ടായേ. ഇനി ഭീകരരെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി ഒന്ന് അറയ്ക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയും, എന്ന് ഭീകരരുടെ ആക്രമണം ഇവിടെ ഉണ്ടായോ അത് പാകിസ്ഥാൻ ഭീകരരാണ്, അവരുടെ പിന്തുണയോടുകൂടി വന്നേക്കുന്നതാണെന്ന് മനസ്സിലായാൽ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ അടുത്തത് ഉടനെ അങ്ങ് പോവുകയാണ് ഓട്ടോമാറ്റിക്കലി. അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് സമാധാനം ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവന്മാരുടെ ഈ വൃത്തികെട്ട ആക്രമണം ഉണ്ടല്ലോ ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എപ്പോൾ ഉണ്ടായാലും അടുത്ത പണി അങ്ങ് നടക്കും, അതറിയാം. പിന്നെ ഇത് ആർക്കും ഇടപെടാനൊന്നും പറ്റത്തില്ല. കാരണം ഇതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ മാർഗം എന്ന് ഉണ്ടായി അന്വേഷിച്ച് മനസ്സിലാക്കി ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ
അവിടെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ നിലപാട്. അത് വളരെ നല്ല നിലപാടാണ്. കാരണം ഭയമുണ്ടെങ്കിൽ ഈ ക്രൈം വീണ്ടും ആവർത്തിക്കത്തില്ല. ഭയമില്ലാത്തടത്ത് വീണ്ടും കയറി വരും. അവൻ അടി കിട്ടുമെന്നും മനസ്സിലായപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ നന്നാവും ചിലപ്പം. ഈ കാര്യത്തിൽ, ബാക്കി കാര്യത്തിൽ നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഈ കാര്യത്തിൽ നന്നാവും. പിന്നെ പാകിസ്ഥാന് ഒരുപാട് സപ്പോർട്ടൊക്കെ ഇൻ്റർനാഷണലി കിട്ടുന്നുണ്ട്. അതെങ്ങനെ നേടിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് ഇന്ത്യയോടുള്ള ചില വിരോധം കൊണ്ടാണോ അതോ പാകിസ്ഥാനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെ ഉള്ള ഓരോ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മറ്റ് കളികൾ നമുക്ക് കാത്തിരുന്ന് കാണാം.